നമ്മളൊരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ ബ്രൗസറിൽ നിന്ന് ആഡ് ചെയ്താൽ നമുക്കറിയാം അതിൻ്റെ വീഡിയോയും അതിൻ്റെ ഓഡിയോയും ചേർന്ന് ഫുൾ അതിൻ്റെ കമ്പോണൻസ് നമ്മുടെ ടൈം ലൈനിൽ വരും. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പിൻ്റെ ഓഡിയോ മാത്രമോ അല്ലെങ്കിൽ വീഡിയോ മാത്രമോ ആയിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യേണ്ട വന്നാലോ? അതിന് സഹായിക്കുന്നതാണ് ഈ കാണുന്ന ബട്ടൺ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആഡ് ചെയ്യേണ്ട ക്ലിപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ക്ലിപ്പിനകത്ത് ഒരു എൻജിൻ്റെ സൗണ്ടും അൺലോഡിങ്ങിൻ്റെ സൗണ്ടും ആണുള്ളത്. എനിക്കിപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ഓഡിയോ മാത്രമാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ഓൺലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ കമ്പോണൻറ്റ് മാത്രമേ വരത്തുള്ളൂ. അതൊരു നല്ലൊരു ഓപ്ഷൻ അല്ലേ? ഇനി വീഡിയോ മാത്രം വരണമെങ്കിൽ ഇതുപോലെ വീഡിയോ ഓൺലി സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഓഡിയോ വരത്തില്ല, വീഡിയോ മാത്രമേ വരത്തുള്ളൂ. ഇനി നമുക്ക് പഴയതുപോലെ ഓഡിയോയും വീഡിയോയും വേണമെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലിപ്പിൽ ഓഡിയോയും ഉണ്ട് വീഡിയോയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓഡിയോ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഇനി നമ്മുടെ ടൈം ലൈനിലെ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ക്ലിപ്പിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അത് നമുക്ക് ഓഡിയോ ആണെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകും, ഈ വീഡിയോ ആണെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ പോകും. എന്നാൽ ടൈം ലൈനിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, മൊത്തത്തിൽ ക്ലിപ്പുകളെല്ലാം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റായി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഓവറോൾ ഡ്യൂറേഷൻ പ്രൊജക്റ്റിൻ്റെ ചേഞ്ച് ആവും. നിങ്ങൾ 10 സെക്കൻഡിൻ്റെ ക്ലിപ്പാണ് ഡിലീറ്റ് ചെയ്തതെങ്കിൽ 10 സെക്കൻഡ് ഇപ്പോൾ കുറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ആ 10 സെക്കൻഡ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിന് നമുക്ക് ആദ്യം എങ്ങനെ നോക്കാം. ഇപ്പോൾ കമാൻഡ് എസ് അടിച്ച് നമ്മൾ നോർമൽ പൊസിഷനിലേക്ക് വന്നു. എന്നിട്ട് നിങ്ങൾ കീബോർഡിൽ ഷിഫ്റ്റ് ഡിലീറ്റ് ഒരുമിച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് കണ്ടോ? ക്ലിപ്പ് ഡിലീറ്റ് ആയി, പക്ഷേ ഒരു ബ്ലാങ്ക് ക്ലിപ്പ് ഓട്ടോമാറ്റിക്കലി അവിടെ റീറ്റെയിൻ ചെയ്തു അല്ലെങ്കിൽ ഇൻസേർട്ടായി. ഇതേ ഫംഗ്ഷൻ നിങ്ങൾക്ക് റേഞ്ച് സെലക്ട് ചെയ്തും ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 6 പ്രസ് ചെയ്തുകൊണ്ട് റേഞ്ച് സെലക്ഷൻ ടൂൾ ഒന്ന് എടുക്കാൻ പോവാണ്. ഈ റേഞ്ച് സെലക്ഷൻ ടൂള് നിങ്ങൾക്ക് നിങ്ങളുടെ ടൂൾസിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും. ടൂൾസിൽ പോയിട്ട് റേഞ്ച് സെലക്ഷൻ ടൂൾ എടുക്കാം. എന്നിട്ട് ഞാനൊരു റേഞ്ച് സെലക്ട് ചെയ്യുവാണ്. ഇനി ഞാൻ ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചാൽ ആ റേഞ്ചിലെ ആ ക്ലിപ്പ് ഡിലീറ്റ് ആയി, പക്ഷേ അവിടെ ഒരു ഗ്യാപ്പ് ക്ലിപ്പ് വന്നു. അപ്പോൾ ഈ ഫംഗ്ഷനും നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ ഉപകാരപ്പെടും.